അതെ, ഞായറാഴ്ചയായിട്ട് എന്താ സ്പെഷ്യല്? ഇവിടെ ഞാൻ വിചാരിച്ചു മുറ്റത്ത് കുറച്ച് ചീരയുണ്ട്, പറിച്ചെടുത്ത് കറി വയ്ക്കാന്ന്. അപ്പം ഞാൻ നിങ്ങളോടും ചോദിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് റെസ്റ്റിലിരിക്കില്ലേ? ഞാനേ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് മീൻ ഇല്ലാണ്ട് ചോറുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് മീൻ വേണം, അതും തേങ്ങ അരച്ച കറി വേണം. ഞാൻ ഈ നോൽമ്പുകളില്ലേ, നമ്മൾ ഈ നവമി ദശമി നോൽമ്പ്, അതുപോലെ തന്നെ വൃശ്ചികത്തിൽ, ഇതൊന്നും ഞാൻ എടുക്കില്ലായിരുന്നു. കാരണം എനിക്ക് മീനില്ലാണ്ട് ചോറ് ഇറങ്ങൂല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇതൊന്നും പറ്റില്ല. അങ്ങനെ അമ്മ എനിക്ക്, ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ കൊണ്ട് മാലയൊക്കെ ഇടിപ്പിച്ച് ഒരു വൃശ്ചികത്തിൽ ഞാൻ നോൽമ്പൊക്കെ എടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പച്ചക്കറികൾ കൂട്ടാൻ തുടങ്ങിയത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു രസമൊക്കെ ഞാൻ ആദ്യം കഴിക്കുമായിരുന്നു കേട്ടോ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ രസം മാത്രമേ കഴിക്കേണ്ടിയിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ അങ്ങനെയായിരുന്നോ? ഞാൻ അധികം കണ്ടിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് എല്ലാ ദിവസവും മീൻകറി ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും അധികം മീൻകറിയൊക്കെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ പച്ചക്കറി ആണെങ്കിൽ ഒരു മീൻ പൊരിച്ചതുണ്ടാവും. ഈ പച്ചക്കറിയാണ് മീൻ പൊരിച്ചതും ഇല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ വഴുതന പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് മലപ്പുറത്ത് പരപ്പനങ്ങാടി കേട്ടോ, ചേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാർ, എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ പച്ചക്കറികൾ, താളിപ്പുകൾ, അങ്ങനത്തെ കറികളൊക്കെ അധികം അവർ വെക്കുക കേട്ടോ. അതെനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നത് കുറേ ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്താൽ എനിക്ക് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ, ഒരു സന്തോഷമല്ലേ ലൈക്ക് കാണുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ട സമയത്താണ് പച്ചക്കറികളൊക്കെ കൂട്ടാൻ തുടങ്ങിയത്. ഇപ്പം എൻ്റെ മോനും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കുറേ പാട്ടുകളും എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യം അത് മ്യൂട്ട് ചെയ്തിട്ട് സൗണ്ട് വോയിസ് ഓവർ ചെയ്താലോ എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനൊരു മടിയായി ഓരോ വീഡിയോ വെച്ചിട്ട് ചിലത് മ്യൂട്ടാക്കണം, ചിലത് മ്യൂട്ടാക്കണ്ട. അതായത് ഈ എനിക്ക് ASMR പോലെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തം ഒന്നും ഞാൻ മ്യൂട്ടാക്കിയില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലുകൾ ചോറും ചീര സാമ്പാറും കോളിഫ്ലവറും ബീൻസിൻ്റെ ഉപ്പേരിയും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണെന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത് കുട്ടിച്ചാത്തൻ സിനിമയുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. എൻ്റെ മോന് ഞാൻ പറഞ്ഞ് കുട്ടിച്ചാത്തൻ സിനിമയ്ക്ക്, മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമയ്ക്ക് അമ്മ കുഞ്ഞായപ്പോൾ കണ്ടതാ. മോൻ കണ്ടോക്ക് ഇഷ്ടപ്പെട്ട അമ്മേനോട് പറയുന്നു. എന്തായാലും ആ സിനിമ അവർ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം